ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്രേപ്പ് പാൻകേക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ. ഈ റെസിപ്പി എന്നോട് റിക്വസ്റ്റ് ചെയ്തത് ജിനിയാണ്, എൻ്റെ കസിൻ. അപ്പോൾ ജിനിക്ക് വേണ്ടിയിട്ടും മാത്രം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ ഈ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഞാനൊരു വലിയ ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. അതും ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ചെറിയ നുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എണ്ണയാണ്. ഞാൻ റിഫൈൻഡ് ഓയിൽ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടർ 1 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിക്സിംഗ് ആണ്, ബീറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് പാൻ കേക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് മാവ് അല്പമായിട്ട് ഇതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാ മാവും ചേർത്ത ശേഷം എനിക്ക് തോന്നി പാൻ കേക്കിൻ്റെ ബാറ്റർ ഇച്ചിരി കട്ടിയാണ്. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിരുന്നു. അതിനോടൊപ്പം നമ്മൾ എടുത്തു വെച്ച വാനില എസൻസ്. ഈ കാണുന്ന പോലെ ദോശമാവിനേക്കാളും കട്ടി കുറഞ്ഞ ഒരു തിൻ ബാറ്ററാക്കി നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു തവിയിൽ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ചുറ്റിക്കുക. നമ്മൾ പരത്തൊന്നും ചെയ്യുന്നില്ല, ചുറ്റിച്ചെടുക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാനിൻ്റെ ടെമ്പറേച്ചർ, പാനിൻ്റെ ചൂട് വളരെ കുറവായിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ പരന്ന് കിട്ടില്ല. നമ്മൾ ചുറ്റിക്കുമ്പോൾ പരന്ന് കിട്ടാനായിട്ട് പാൻ ഏറ്റവും ചെറിയ തീയിൽ അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയ ശേഷം ഓഫ് ചെയ്ത സ്ഥിതിയിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒഴിച്ച ശേഷം ഒരു 20 സെക്കൻഡിനുള്ളിൽ തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേകേണ്ട ആവശ്യമില്ല. വീണ്ടും ഒരു 10 സെക്കൻഡ്. നമ്മൾ പാലാടയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന രീതി തന്നെയാണ് ഇതിനും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പാനിന് ചൂട് കൂടുതലാണെങ്കിൽ ഒരല്പം വെള്ളം തളിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മാവ് ഒഴിക്കുക. ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല, അടുത്ത് തന്നെ നിന്ന് ചെയ്യണം. പക്ഷേ പെട്ടെന്ന് റെഡിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ക്രേപ്പും ചുട്ടെടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ക്രേപ്പിൽ ഷേപ്പ് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും നമുക്ക് ഇത് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കൈ അതിനുള്ളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്രൂട്ട് ഫില്ലിംഗ് തയ്യാറാക്കാം. ഇത് വലിയ പണിയൊന്നുമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതെന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഓതൻറ്റിക് ആയിട്ടുള്ള ക്രേപ്പ് റെസിപ്പിയിലൊക്കെ അവർ ബെറിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സ്ട്രോബെറി, റാസ്ബെറി, ക്രാൻബെറി അങ്ങനെയൊക്കെ. നമുക്കിവിടെ അതൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സീസണൽ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. ഞാനിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മാമ്പഴവും ബനാന റോബസ്റ്റ പഴവും പിന്നെ കുറച്ച് ചെറിയുമാണ്. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയും ചേർത്തൊന്ന് ഇളക്കി ഒരു തിളക്കത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ക്രേപ്പ് റെഡിയാക്കാൻ തുടങ്ങാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഫ്രഷ് ക്രീമാണ്, വിപ്ഡ് ക്രീം. നമ്മൾ ഫ്രഷ് ക്രീമിലോട്ട് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നതാണ് വിപ്ഡ് ക്രീം. ഫ്രഷ് ക്രീം ഇല്ലാതെ തന്നെ നമുക്ക് വിപ്ഡ് ക്രീം തയ്യാറാക്കാം. ഇപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം പൗഡർ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഐസ് വാട്ടർ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും നമുക്ക് വിപ്ഡ് ക്രീം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഞാൻ വേറൊരു എപ്പിസോഡിൽ ചെയ്ത് കാണിക്കാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി നമുക്കൊരൊറ്റ പണിയേ ഉള്ളൂ. ഈ ഫില്ലിംഗ് ഇതിലോട്ട് വെച്ച് ക്രീമും വെച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് മടക്കിയെടുക്കുക. ഇത് മടക്കിയ ശേഷം നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് പൊടിച്ച പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലൂടെ. ഇതുപോലെ തന്നെ എല്ലാ ക്രേപ്പും നമുക്ക് മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ക്രേപ്പ് പാൻകേക്സ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും ഒരു ചേഞ്ചിന് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരം ഒരു സ്നാക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും സാരമില്ല, ഫ്രഷ് ക്രീം മാത്രം ഉപയോഗിച്ചാലും മതി. ഇല്ല വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ മുകളിൽ പൊടിച്ച പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ മധുരപ്രിയർക്കും മറ്റു വിഭവങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.